ഹലോ ഓൾ. അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും CUET UG എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വിവരം. അപ്പം ചിലർക്ക് ഈ ഒരു എക്സാം എന്താണ്, അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിൽ സബ്ജക്ട്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, 2024 അപേക്ഷിച്ച് 25 വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ CUET എന്ന് പറയുന്നത് നമ്മൾ 2022 ഈ ഒരു എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതി നമുക്ക് കയറാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇപ്പം 300-ലധികം യൂണിവേഴ്സിറ്റീസ് ഇതിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഓരോ വർഷം കഴിയും തോറും ഈ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആപ്ലിക്കൻസിൻ്റെ 15 ലക്ഷത്തോളം ആപ്ലിക്കൻസ് ആണ് ഓരോ വർഷവും ഈ ഒരു CUET എക്സാം എഴുതാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അത്രയ്ക്ക് എന്താ പറയുക, വാല്യൂ ഉള്ളൊരു എക്സാമിനേഷനാണ് ഈ ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 3 സെക്ഷൻസ് ആയിട്ടായിരിക്കും ഇതിൻ്റെ സബ്ജക്ട്സ് തിരിച്ചിരിക്കുന്നത്. അതിൽ സെക്ഷൻ 1 ലാംഗ്വേജ് സെക്ഷനാണ് ഉള്ളത്. അതായത് 13 റീജിയണൽ ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ലാംഗ്വേജിൽ എക്സാം വരുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളമൊക്കെ ഈ ഒരു ലാംഗ്വേജിലുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വായിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാൻ കുറച്ച് പാടായിട്ട് വരും. അപ്പോൾ കഴിവതും ഇംഗ്ലീഷിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. അതായത് ഡൊമെയിൻ ഏരിയ, ഡൊമെയിൻ സ്പെസിഫൈഡ് സബ്ജക്ട്സ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം അതനുസരിച്ച് നിങ്ങൾ ഡൊമെയിൻ സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. ഇപ്പം കൊമേഴ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ അക്കൗണ്ടൻസി സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് അതിൽ വരുന്നുണ്ട്. അക്കൗണ്ടൻസി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ഡൊമെയിൻ സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇതിൽ വരുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ലോജിക്കൽ റീസണിങ്, ജനറൽ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, അങ്ങനെയുള്ള ചില ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. ഇത് പൊതുവെ നമ്മളുടെ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ആയിരിക്കില്ല. നമ്മൾ ഒരുപാട് എന്താ പറയുക കണക്കുകളും പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ സെക്ഷൻ 1, 2, 3 എന്ന് പറഞ്ഞ് 3 സെക്ഷൻസ്, 3 കാറ്റഗറിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവുക. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യാൻ നോക്കുന്നത്, അത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് സെലക്ട് ചെയ്യാൻ നോക്കുന്നത്, ആ യൂണിവേഴ്സിറ്റി ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള സബ്ജക്ട്സുകൾ വേണം നിങ്ങൾ ഈ ഒരു CUET എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ. പിന്നെ 2025 CUET ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2024 ഹൈബ്രിഡ് മോഡായിരുന്നു എക്സാം വന്നത്. പക്ഷേ 2025 വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടർ മോഡ് ടെസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്, ഓൺലൈൻ മോഡായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കമ്പ്യൂട്ടർ മോഡായിട്ടും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യായിരുന്നു, അതുപോലെ തന്നെ പെൻ പേപ്പർ മോഡിലും അറ്റൻഡ് ചെയ്യായിരുന്നു. പക്ഷേ ഇത്തവണ കമ്പ്യൂട്ടർ മോഡിൽ മാത്രമേ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അതായത് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ പേപ്പറിലും. അതിൽ 50 ക്വസ്റ്റ്യൻസും നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അതില്ല. പിന്നെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 250 ഓരോ പേപ്പേഴ്സും ഉണ്ടായിരിക്കുന്നത്. അതായത് 50 ക്വസ്റ്റ്യൻസ് അല്ലേ, ഓരോ ക്വസ്റ്റ്യന് 5 മാർക്ക് വീതം, അങ്ങനെ 250 ആണ് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത്. എക്സാം ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആയിരിക്കും, 1 മണിക്കൂറായിരിക്കും എക്സാം ടൈം. മാർക്ക് സ്കീം വരുന്നത് ഒരു ശരി ഉത്തരത്തിന് നിങ്ങൾക്ക് 5 മാർക്ക് വെച്ച് കിട്ടുകയും അതുപോലെ തന്നെ നിങ്ങൾ ഒരു തെറ്റുത്തരം എഴുതുകയാണെങ്കിൽ അതിന് 1 മാർക്ക് വെച്ച് ഡിഡക്റ്റ് ആവുകയും ചെയ്യും. പിന്നെ മീഡിയം ഓഫ് എക്സാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക.
ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരവരുടെ ന്യൂ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിലിട്ടിട്ടുണ്ട്. അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തന്നെ കയറി നോക്കണം. അതായത് CUET.NTA.NIC.in എന്നുള്ള അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു എക്സാം റിലേറ്റഡ് എല്ലാ ക്വയറീസും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവർ അതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 1 തൊട്ട് മാർച്ച് 22 വരെ ഇതിന് ടൈം ഉണ്ടായിരിക്കുന്നതാണ് രജിസ്റ്റർ ചെയ്യാൻ. അതായത് മാർച്ച് 22 അപ് ടു 11:50 PM വരെ ആയിരിക്കും ഇത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം. അതിനുശേഷം തൊട്ട് പിറ്റേ ദിവസം, അതായത് മാർച്ച് 23 ഈ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഫൈനൽ സബ്മിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈമും അനുവദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും കറക്ഷൻസ്, എന്തെങ്കിലും തിരുത്തലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള കറക്ഷൻ വിൻഡോ 26 വരെ ഓപ്പൺ ആയിരിക്കും. മാർച്ച് 24 തൊട്ട് 26 വരെ കറക്ഷൻ വിൻഡോയും ഓപ്പൺ ആയിരിക്കും. ബാക്കി എക്സാംസ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവരവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് CUET.NTA.NIC.in എന്നുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ തന്നെ അവരെ അറിയിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാം ഡേറ്റ് വരുന്നത് മെയ് 8 മുതൽ ജൂൺ 1 വരെ ആയിരിക്കും. ഇത്രയും സ്ലോട്ട് അവർ കൊടുക്കാൻ കാരണം, അതായത് ചില എക്സാംസിന് ചില സബ്ജക്ട്സിന് ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാകും. അതപ്പോൾ അവർ പല ഷിഫ്റ്റായിട്ടായിരിക്കും നടത്തുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ അക്കൗണ്ടൻസിക്ക് ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അവരത് പല ദിവസങ്ങളായിട്ടായിരിക്കും, പല ഷിഫ്റ്റായിട്ടായിരിക്കും ആ ഒരു എക്സാംസ് നടത്തുക. ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതായത് നിങ്ങളുടെ വാലിഡ് ഇമെയിൽ ഐഡിയും വാലിഡ് ഫോൺ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അത് 80% നിങ്ങളുടെ ഫേസ് വിസിബിൾ ആയിരിക്കണം, നിങ്ങളുടെ ഇയേഴ്സ് ഒക്കെ വിസിബിൾ ആയിരിക്കണം, മാസ്ക് ഒന്നും ഇട്ടിട്ട് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം നിങ്ങൾ ആ ഒരു ഫോട്ടോ എടുക്കേണ്ടത്. ഈ ഫോട്ടോ നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം _ഫോട്ടോ എന്ന് വേണം സേവ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ പേര് അനു എന്നാണെങ്കിൽ AN_ഫോട്ടോ എന്ന് വേണം സേവ് ചെയ്യാൻ. നെക്സ്റ്റ് വേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. അതും നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം _സിഗ്നേച്ചർ എന്ന് സേവ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള കംപ്ലീറ്റ് പ്രോപ്പർ ഡീറ്റെയിൽസ് ഇവർ CUET.NTA.NIC.in എന്നുള്ള ഇവരുടെ ഒഫീഷ്യൽ പേജിൽ അതിൽ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ എന്നൊരു പേജ് ഉണ്ടാവും, അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നോക്കി തന്നെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാതെ തന്നെ നമ്മുടെ ആൽഫയുടെ കോർഡിനേറ്റേഴ്സിനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാം ഫീസ് എത്രയാണെന്ന് നോക്കാം. അതായത് ജനറൽ കാറ്റഗറിക്ക് 3 സബ്ജക്ട്സിന് 1000 രൂപയും പിന്നെ ഓരോ അഡീഷണൽ സബ്ജക്ട്സിന് 400 രൂപ വെച്ചുമാകും. പിന്നെ OBC NCL EWS കാറ്റഗറിക്ക് 900 രൂപ വെച്ച് 3 സബ്ജക്ട്സിന് 900 രൂപയും പിന്നെ അഡീഷണൽ ഓരോ സബ്ജക്ട്സിന് 375 രൂപ വെച്ചുമാകും. പിന്നെ SC ST PWD തേർഡ് ജെൻഡർ കാറ്റഗറിക്ക് 800 രൂപ 3 സബ്ജക്ട്സിനും അതുപോലെ തന്നെ 350 രൂപ ഓരോ അഡീഷണൽ സബ്ജക്ട്സിനും ആകും. പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് എക്സാംസ് എഴുതുന്നവർക്ക് 4500 രൂപയാണ് 3 സബ്ജക്ട്സിനാവുക. ഓരോ അഡീഷണൽ സബ്ജക്റ്റിന് 1800 രൂപയും ആകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ വളരെ ശ്രദ്ധിച്ച് ഫോം ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആൽഫയുടെ കോർഡിനേറ്റേഴ്സ് ഇവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന് ശേഷം നമ്മൾ CUETക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സയൻസ് സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നമ്മളുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അത് പാസ്സാവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ CUET വിവരങ്ങൾ നമ്മൾ ഇനിയും അഗെയിൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ കോർഡിനേറ്റേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ CUET UG 2025 നമുക്ക് ആൽഫയ്ക്കൊപ്പം പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.